മീറ്റർ ബോർഡിൽ നിന്ന് വൈദ്യുതി കടത്തിവിട്ട് കൊലപാതകത്തിന് ശ്രമം. മഞ്ചവിളാകം സ്വദേശി രമ്യയുടെ മകൻ അലൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മാരായമുട്ടം പോലീസ് അന്വേഷണം തുടങ്ങി. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത കൊലപാതക ശ്രമത്തിനാണ് മാരായമുട്ടം മഞ്ചവിളാകം സാക്ഷ്യം വഹിച്ചത്. മീറ്റർ ബോർഡിലെ ഐസൊലേറ്റർ സ്വിച്ചിന്റെ ഫേസിൽ നിന്ന് നേരിട്ട് വീടിന്റെ മുൻവാതിലിന്റെ പിടിയിലേക്ക് വയർ ഘടിപ്പിച്ചാണ് കൊലപാതക ശ്രമം. രാവിലെ 6:30 രമ്യയുടെ മൂത്ത മകൻ അലൻ വാതിൽ തുറക്കുമ്പോൾ ഷോക്കേറ്റ് വീണു. ആദ്യം ലോക്ക് താക്കോൽ ഉപയോഗിച്ച് തുറന്നെങ്കിലും വൈദ്യുതാഘാതമേറ്റില്ല. എന്നാൽ ലോക്കിന്റെ പിടിയിൽ തൊട്ട ഉടൻ തന്നെ ഷോക്കേൽക്കുകയായിരുന്നു. അപകടം മനസ്സിലാക്കിയ കുടുംബം ഉടൻ തന്നെ പിൻവാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വയർ കാണുന്നത്. ഉടൻ മാരായമുട്ടം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് പരിശോധന നടത്തി. രമ്യയും 2 മക്കളും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. രാവിലെ 6:30 ആയപ്പോൾ മോൻ വന്ന് കതക് തുറന്നപ്പോഴേക്കും ഷോക്ക് അടിച്ച്. പിന്നെ അതിനുശേഷം പുറകിലെ വാതിൽ വഴി ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കുമാണ് ഡോറിൽ നിന്ന് ഒരു വയർ മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടത്. അതിനുശേഷം എന്നെ അനിയനെ വിളിച്ച് അവൻ നോക്കിയപ്പോഴാണ് മനസ്സിലായതുകൊണ്ടാണ് ഷോക്ക് അടിച്ചതെന്ന്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പരാതി കൊടുത്തു. ഞാൻ രാവിലെ എണീറ്റപ്പം താഴോട്ട് പോകാൻ വേണ്ടി കതവ് തുറന്നപ്പോൾ ഷോക്ക് അടിച്ച്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ വാതിൽ വഴി വെളിയിലോട്ട് വന്നപ്പോൾ കതവിലാരോ വയർ മീറ്റർ ബോർഡിൽ നിന്ന് കൊടുത്തു വച്ചിരുന്നു. തീർച്ചയായും പ്രതികളെ ഉടൻ തന്നെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് എത്രയും വേഗത്തിൽ ആക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആരുമില്ല. ആ രമ്യയും 2 മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ താമസം. അപ്പോൾ അച്ഛൻ ഏജ്ഡാണ്, സുഖമില്ലാതെ ഹോസ്പിറ്റലൈസിലാണ്. വേറെ ആരുമില്ല അവരെ സഹായിക്കാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരിത് ചെയ്താലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. 8 വർഷം മുമ്പ് രമ്യ ഭർത്താവ് സജിയുമായി വേർപിരിഞ്ഞു കഴിയുകയാണ്. 4 വർഷം മുമ്പ് സഹോദരന്റെ കല്യാണ ദിവസത്തിൽ ഭർത്താവുമായി തർക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ആരാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് രമ്യ പറയുന്നത്. ഭർത്താവുമായി നിയമപരമായി വേർപെട്ടിട്ടില്ല. അതേസമയം കുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലക്ഷ്യം രമ്യയായിരുന്നു എന്നാണ് സൂചനകൾ നൽകുന്നത്.